ഇടതില്ലെങ്കിൽ ഇന്ത്യയുമില്ലെന്ന പരസ്യവാചകം തിരിഞ്ഞുകൊത്തി. ഇടതിന്റെ പൊടി പോലുമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇന്ത്യയിൽ ഇടത് എവിടെയെന്ന ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് പാർട്ടി പോലും. ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്ന ലോക്സഭയിൽ CPM-ന് ലഭിച്ചത് ആകെ 4 സീറ്റ് മാത്രം. പഴയ കോട്ടയായ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒന്നും കിട്ടിയില്ല. CPM-ന്റെ 4-ൽ 2-ഉം CPI-യുടെ 2-ഉം തമിഴ്നാട്ടിൽ കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട DMK സഖ്യത്തിന്റെ സംഭാവനയാണ്. കൂടാതെ രാജസ്ഥാനിൽ കോൺഗ്രസ് പിന്തുണയിൽ നേടിയ സിക്കർ സീറ്റാണ് CPM-ന്റെ മറ്റൊരു നേട്ടം. ഇപ്പോൾ CPM-ന്റെ കണ്ണിലുണ്ണിയായ രാധാകൃഷ്ണനാണ് 4-മൻ. അപ്പോഴും ദേശീയ രാഷ്ട്രീയ പാർട്ടി പദവി നിലനിർത്താൻ ആവശ്യമായ 12 സീറ്റ് തികയ്ക്കാൻ പോലും CPM-ന് കഴിഞ്ഞില്ല. മോദി പേടിയുടെ ദേശീയ രാഷ്ട്രീയം സംസ്ഥാനത്തെ കോൺഗ്രസിന് അനുകൂലമായി വരും എന്നാണ് CPM കണക്കുകൂട്ടിയത്. എങ്കിലും 2019-ൽ ലഭിച്ച ഒരു സീറ്റ് 4ഓ 5ഓ ആയി ഉയർത്താൻ മന്ത്രി രാധാകൃഷ്ണൻ അടക്കം മുതിർന്ന നേതാക്കളെ ഇറക്കി മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് അവർ മുന്നോട്ട് വെച്ചത്. പ്രതീക്ഷയുണ്ടായിരുന്ന ആലപ്പുഴയിൽ അണഞ്ഞുപോയ കനൽ ആലത്തൂരിൽ നിലനിർത്താൻ കഴിഞ്ഞത് വില കുറച്ച് കാണാനും പറ്റില്ല. അപ്പോഴും ആലത്തൂരിലെ വിജയത്തിന്റെ പിന്നിൽ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവമെന്ന പ്രധാന ഘടകം കൂടി ഉണ്ട് എന്ന് നമുക്ക് അറിയാം. കേന്ദ്രത്തിൽ ഫാസിസത്തെ ചേർക്കാൻ കോൺഗ്രസിനേക്കാൾ മുന്നിൽ ഞങ്ങൾ എന്ന വാദത്തിന് സീറ്റെണ്ണത്തിന്റെ പിൻബലം പോലും ഇല്ലാതെയായി. UDF വീണ്ടും ലോക്സഭാ സീറ്റ് തൂത്തുവാരിയെങ്കിലും ഇടതു രാഷ്ട്രീയത്തോട് മലയാളി പുറംതിരിയുമെന്ന് അതുകൊണ്ട് അർത്ഥമില്ല. 2020-ൽ തദ്ദേശ വോട്ടിൽ ഇടതുപക്ഷം മുന്നേറിയതും 2021-ൽ പിണറായി വിജയൻ തുടർഭരണം പിടിച്ചതും UDF 19 സീറ്റ് നേടിയ 2019-ന് പിന്നാലെയായിരുന്നു. അത് ഇനിയും ആവർത്തിച്ചേക്കാം. അപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടമില്ലെന്ന് നഗ്നസത്യം ഇടതുപക്ഷത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ ഈ ഫലം.